കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ പുരോഗമിക്കുന്നു. പ്രതിനിധി സമ്മേളനം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മെഡിസിപ്പ് പദ്ധതിയിലൂടെ പിണറായി ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും കൊള്ളയടിക്കുകയാണെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. ഞാൻ അഭിമാനപുരസം പറയട്ടെ, ഇതുപോലുള്ള പല യോഗങ്ങളിൽ വെച്ച് ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കീഴിലുള്ള നമ്മുടെ പോഷക സംഘടനകളിൽ ഏറ്റവും അധികം അച്ചടക്കവും ഐക്യവും അതുപോലെ സംഘശക്തിയുമുള്ള പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും, കേരള പ്രദേശ് നമ്മുടെ ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ തന്നെയാണ് എന്ന കാര്യം ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനെ കവച്ചു വയ്ക്കാൻ ഇന്നൊരു പോഷക സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ മെഡിസിപ്പ് പദ്ധതിയിൽ ഓരോ ജീവനക്കാരനും ഓരോ പെൻഷൻകാരനും നിർബന്ധിതമായി 6000 രൂപ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രീമിയം അടച്ചിരിക്കണം ഈ പറയുന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്ക്. ഇത് പകൽക്കൊള്ളയാണ്, ഇത് പിടിച്ചുപറിയാണ്, ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത നടപടിയാണ് എന്ന കാര്യം അതിശക്തമായി അന്ന് തന്നെ എന്തെന്നില്ലാത്ത ഉച്ചത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞ പ്രസ്ഥാനം കേരള സംസ്ഥാന പെൻഷനേഴ്സ് അസോസിയേഷൻ ആണെന്ന് പറയുന്നു. കെ സുധാകരൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.വി. മുരളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി.സി. വർഗീസ്, കെ.പി.സി.സി മെമ്പർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, ചവറ ജയകുമാർ, എ.എം. ജാഫർ ഖാൻ, അബ്ദുൾ മജീദ്, ബി. ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നാളെ പുതിയ സംസ്ഥാന കൗൺസിൽ യോഗം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. Aster MIMS Hospital. We'll treat you well. Chala East, Kannur.